എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും നമ്മുടെ അഭി മറ്റൊരു അമ്മയുടെ മകനാണെന്ന് അറിഞ്ഞതോടുകൂടി ഏതാണ്ട് സ്വർഗം കൈ കിട്ടിയ ഒരു സന്തോഷമാണ് അജയ്ക്ക്. നിരഞ്ജനോട് എന്നിട്ട് പറയാ, കണ്ടില്ലടി അഭി എടുത്തു വളർത്തിയവൻ കണ്ടില്ലേ, അയാൾ വലിയ പുള്ളിയായിരുന്നു ഈ കുടുംബത്ത് എന്നൊക്കെ നിരഞ്ജനോട് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ മകൻ തന്നെയല്ലേ, പിന്നെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? എടുത്തു വളർത്തിയതാണെന്ന് പറയാനാകും? അച്ഛന് എവിടെയൊക്കെ മക്കളുണ്ടെന്ന് ഞങ്ങൾക്കറിയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയുടെ കാര്യമാണ്. അമ്മയുമായിട്ടുള്ള ബന്ധം മാത്രം നമുക്ക് അന്വേഷിച്ചാൽ മതി. അഭി ഞങ്ങൾക്ക് അന്യരാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അജയ് എന്തൊക്കെയാണ് പറയുന്നത്? അതാണ് സത്യം. ഏട്ടാന്ന് വിളിച്ച നാവ് കൊണ്ട് അജയ്ക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു? അഭി ഏട്ടൻ അച്ഛൻ്റെ മകൻ അല്ലെങ്കിൽ പോലും ഇതുവരെ കൂടപ്പുറപ്പായിട്ട് ജീവിച്ചതല്ലേ? തികച്ചും അന്യരായ രണ്ടു പേരല്ലേ ജീവിതകാലം മൊത്തം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പരസ്പര വിശ്വാസത്തോടെ ജീവിക്കുന്നത്? കൂടപ്പുറപ്പായിട്ട് ജീവിക്കണമെങ്കിൽ അമ്മയുടെ വയറ്റ് തന്നെ ജനിക്കണം എന്ന് പറയുന്നത് അത് സ്വാർത്ഥതയല്ലേ അജയ്? അജയെ പോലൊരാൾ ഈ വിധത്തിൽ സംസാരിക്കുന്നത് എന്നെ അമ്പരപ്പെടുത്തി കളയുക. എന്താ അജയ് ഇങ്ങനെയൊക്കെ? ഞങ്ങൾ എന്നൊരാപ്പ് അഭിയേട്ടൻ്റെയും ജാനിയേടത്തിയുടെ വായിൽ നിന്ന് വന്നതായിട്ട് ഞാൻ ഈ വീട്ടിൽ ഇന്ന് വരെ കേട്ടിട്ടേ ഇല്ല. നമ്മളെന്നേ പറഞ്ഞിട്ടുള്ളൂ, കുടുംബത്തിൽ എന്ത് പ്രശ്നം വന്നാലും പരിഹരിക്കാൻ ജാനിയേടത്തി ഉണ്ടാകുമെന്ന് അജയ് തന്നെ എന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സ്വത്തിൻ്റെ പേരിൽ ശത്രുപക്ഷത്തു നിന്ന് ആക്രമിക്കാൻ എങ്ങനെ മനസ്സ് വന്നു? സ്വത്തിന് എനിക്ക് കണക്കുണ്ട്. അച്ഛന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകനും അളകാപുരിയിലേക്ക് അനാഥയായിട്ട് വന്നവളും ഞങ്ങളുടെ കുടുംബ സ്വത്ത് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു നിൽക്കില്ല, എനിക്ക് പറ്റില്ല. അപ്പോഴേക്കും നിരഞ്ജന ചോദിച്ചു, ഈ ഷെയറും കൂടി എല്ലാവർക്കും കൂടി അങ്ങ് ഷെയർ ചെയ്തെത്തിയിരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, എന്തിനാ വെറുതെ വലിയ വഴക്കാക്കി മാറ്റുന്നത്? കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കല്ലേ? അമ്മയെ പോലൊരു ഭാര്യയെ ചതിച്ചവനല്ലേ എൻ്റെ അച്ഛൻ. ഏത് ഭാര്യയാണ് ഭർത്താവിൻ്റെ ആദ്യത്തെ ബന്ധത്തിലെ കുഞ്ഞിനെ നോക്കുന്നത്? നിൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കുക, നിനക്ക് പറ്റുമോ? അതിനേക്കാൾ വലിയൊരു സ്വാർത്ഥമതി വേറെ ആരുണ്ട്? ഒരു മംഗളകർമ്മം മുടക്കാനായിട്ട് നീ ഇറങ്ങി തിരിച്ചില്ലേ? ഒരു പെണ്ണിൻ്റെ ജീവിതത്തിന് അന്ന് നീ എന്തെങ്കിലും വില കൽപ്പിച്ചോ? നീയല്ലേ ഏറ്റവും വലിയ സ്വാർത്ഥ? വിശാല ഹൃദയമായിട്ട് നീ എൻ്റെ അടുത്ത് വരണ്ട. ജാനിയടുത്തിൻ്റെ ഭാഗത്ത് നീ നിൽക്കുന്നതിൽ പോലും ഉണ്ട് ഒരു നിൻ്റെ സ്വാർത്ഥത എന്നൊക്കെ അജയ് പറയുക കേട്ടോ. അജയുടെ ഈ വർത്താനമൊക്കെ കേട്ട് ഞെട്ടി പോവാണ്. എന്തായാലും പുകഞ്ഞു തുടങ്ങിയ ആളിക്കത്തണം, ഇല്ലെങ്കിലേ ശ്വാസം കിട്ടിയെന്ന് വരില്ല, ആളിക്കത്തിക്കണം. കാരണം അളകാപുരിയിലെ മൂത്ത മകൻ ഞാനാ, ഈ അജയ് എന്നും പറഞ്ഞിട്ട് അവനങ്ങോട്ട് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ, സൈക്കോ മാതിരി. നിരഞ്ജനയ്ക്ക് പേടിയാവാൻ തുടങ്ങി. ഇനി അഭിറാം എന്ന വളർത്തു പുത്രനല്ല എന്നും പറഞ്ഞിട്ട് അജയ് ഇറങ്ങി അങ്ങോട്ട് പോവുക. എന്താണ് അജയ്ക്ക് പറ്റിയെന്ന് പോലും നിരഞ്ജനയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇതേ സമയം നമ്മുടെ പ്രഭാവതിയോട് സംസാരിക്കുകയാണ് മുത്തശ്ശി. അതെ, ഞാൻ എത്ര നാൾ നിന്നോട് മുന്നറിയിപ്പ് തന്നുകൊണ്ടിരുന്നത് എന്തിനാണെന്നറിയാവോ? അതെ, അഭിറാമിൻ്റെ കഴിവുകൾ ഇങ്ങനെ ഇട്ട് പുകഴ്ത്തുന്നതും സൂര്യ അഭിറാമിനെ സ്നേഹിക്കുന്നതും വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ അഭിയുടെ സ്നേഹിച്ചിരുന്നത് അവൻ്റെ അച്ഛനൊരു കുറ്റബോധവും തോന്നരുത് എന്ന് കരുതിയിട്ടാണ് എൻ്റെ മക്കൾക്ക് കൊടുക്കാത്ത സ്നേഹം പോലുമാണ് ഞാൻ അവന് കൊടുത്തത്. ഞാൻ അവൻ്റെ അമ്മയല്ല എന്നറിഞ്ഞിട്ടും എൻ്റെ എല്ലാ മക്കളെക്കാൾ കൂടുതൽ ഞാൻ അവനെ സ്നേഹിച്ചു. അമ്മയുടെ മകൻ കാണിച്ചത് എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നതല്ല. മറ്റൊരുത്തിയുടെ മകനെ സ്നേഹിച്ചിട്ട് കുറ്റബോധമില്ലാന്ന് പറഞ്ഞിട്ട് നീ ഒഴിയാൻ നോക്കണ്ട എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുക കേട്ടോ. എന്തായാലും സൂര്യ ചെയ്തതും തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് എപ്പോഴും ഉള്ള സ്വഭാവമാണ്, രണ്ടറ്റത്തും തീ കൊളുത്തിയിട്ട് അമ്മ മാറി നിൽക്കും. അപ്പോൾ എൻ്റെ വാക്കിന് വില കൊടുത്തിരുന്നെങ്കിൽ അന്ന് അഭിയെ സ്വീകരിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു. നീ എൻ്റെ വാക്ക് കേട്ടില്ലല്ലോ. മക്കളില്ലാത്ത ആർക്കെങ്കിലും അഭിയെ കൊടുത്താൽ പോരായിരുന്നോ? നിൻ്റെ വാക്ക് സൂര്യൻ കേൾക്കുമായിരുന്നു. അന്ന് അങ്ങനെ ഒരു സംസാരം ഉണ്ടായി, നീ സൂര്യക്കൊപ്പം നിന്നു. അപ്പം മുതലാണ് ഞാൻ ഏഷ്യനിക്കാരിയൊക്കെ ആയിട്ട് നീ എന്നെ കാണാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞത് സത്യമാണ്, നിനക്ക് മനസ്സിലായില്ലേ? നീ സൂര്യനിൽ നിന്ന് അകലം പാലിക്കാതെ നീ അവൻ്റെ അടുത്ത് നിൽക്കുക. നിന്നെ സൂര്യ ചതിച്ചു എന്നൊരൊറ്റ വാദം പിടിച്ച് നീ ആ സ്വത്തൊക്കെ തിരിച്ച് ഇങ്ങോട്ട് പിടിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ ഉപദേശിക്കുകയാണ്. ജാനകി ആ സ്വത്തിൻ്റെ പകുതി അവകാശിയാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ആധാരം റദ്ദ് ചെയ്തിട്ട് അഭി ഉൾപ്പെടെ 4 മക്കൾക്കായിട്ട് ഷെയർ ചെയ്യട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എടി, വാശിയല്ല ബുദ്ധിയാണ് വേണ്ടത്. അത് മനസ്സിലാക്കി നീ അവൻ്റെ അടുത്തേക്ക് ചെല്ല് എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങോട്ട് പോവാണ്. എന്തായാലും അജയ് സൂര്യനാരായണൻ അരികിലേക്ക് വന്നു. അച്ഛ എന്നും വിളിച്ചുകൊണ്ട്. എന്താ നിനക്ക് ഇനി എന്നോട് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അച്ഛ, ഞാൻ ഇതുവരെ അച്ഛനെ എതിർത്തില്ല. അച്ഛൻ പറയുന്നതനുസരിച്ച് ജീവിച്ചിരിക്കുമായിരുന്നു. ഒരു പെണ്ണിനെ ഇഷ്ടമായിട്ടും അത് വീട്ടിൽ പറയാൻ കഴിയാതെ പോയ ആളാണ് ഞാൻ. അതേപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും നീ എന്നോട് സംസാരിക്കണ്ട. അപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഏട്ടനും ഏട്ടത്തിക്കും സ്വത്ത് എഴുതി വെച്ചപ്പോൾ പോലും ഒരു മകനെന്ന നിലയിൽ ഞാൻ അച്ഛൻ്റെ മുന്നിൽ വന്നിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല. അത് അച്ഛൻ്റെ സ്വത്ത് എന്ന് കരുതി.
അപ്പം അല്ല ഈ വരവിൻ്റെ ഉദ്ദേശം എന്താ എന്ന് സൂര്യനാരായണൻ ചോദിക്കുക. നിൻ്റെ അമ്മയല്ല അഭിയുടെ അമ്മ എന്ന് മനസ്സിലാക്കിയിട്ടാണോ? അതെ, അതും മാത്രമല്ല ദേ ഈ അളക്കാപുരി വീട്ടിലെ മൂത്ത മകൻ ഞാനാണെന്ന് മനസ്സിലാക്കിയിട്ട്. നീയോ? അച്ഛന് വേറെ മക്കളുണ്ടാകും, പക്ഷേ ഇതൊരു കുടുംബമാണ്. എൻ്റെ അമ്മയാണ് ഈ വീട്ടിലെ കുടുംബനാഥ. അമ്മ പ്രസവിച്ച മൂത്ത മകനാണ് ഞാൻ. മറ്റാരെയും അംഗീകരിക്കേണ്ട കാര്യം എനിക്കില്ല. എന്തൊക്കെയാടാ നിനക്ക് നിൻ്റെ ഏട്ടനെക്കുറിച്ച് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു? ഇനി ഞാൻ അഭിയെ വാഴ്ത്തി പാടണോ? അച്ഛൻ്റെ അലിവ് കൊണ്ട് മാത്രം ജീവിക്കുന്നവൻ, അച്ഛൻ്റെ സ്നേഹം കൊണ്ട് ഈ ജീവിതത്തിൽ അച്ഛൻ അഭിയോട് കാണിച്ച സ്നേഹം കൊണ്ട് ഈ ജീവിതത്തിൽ ഞാനാണ് പച്ച പിടിക്കാതെ പോയത്. അപ്പം നീയാണ് ഈ കുടുംബത്തിലെ മൂത്ത മകൻ എന്നാണോ പറയുന്നത്? അല്ല, നീയല്ലേ നിയമം പഠിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പം എന്തിന് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു? അതിന് കാരണക്കാരൻ അച്ഛൻ തന്നെയാണ്. ഒരു ബിസിനസ്സുകാരനാകാൻ ഞാനും ആഗ്രഹിച്ചു. എന്തായാലും അച്ഛൻ എൻ്റെ ബിസിനസ് മോഹത്തിന് തടയിട്ടു. അച്ഛന് അഭിയ ബിസിനസ്സിന് തലപ്പത്ത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് അച്ഛൻ കണ്ടുപിടിച്ചത് കുടുംബത്തിൽ ഒരു ഡോക്ടർ വേണമെന്നും പറഞ്ഞിട്ട് എന്നെ ഡോക്ടറാകാൻ നോക്കി. അങ്ങനെയാണ് ഞാൻ വക്കീലായത്. എന്തായാലും ഞാൻ LLBക്ക് ചേർന്നത് എൻ്റെ മനസ്സ് മുറിവേറ്റിട്ട് തന്നെയാണ്. എന്തായാലും അജയുടെ ആ ഒരു ഭാവമൊക്കെ സൂര്യനും അന്യമായിരുന്നു. സൂര്യനും ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കാണ് കേട്ടോ. അഭിയെ ബിസിനസ്സിൻ്റെ തലപ്പത്ത് കൊണ്ടെത്തിച്ചു, മൂത്ത മകനാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം മൂത്ത മകൻ ഞാനാണ്. അച്ഛന് മൂത്ത മകൻ മാത്രമേ ഉള്ളായിരുന്നു. എന്തിനും ഏതിനും അഭി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ. എന്തായാലും എനിക്കൊരു വക്കീലുകൊപ്പമെങ്കിലും ഉണ്ട്. എന്തായാലും അപർണയുമായിട്ടുള്ള വിവാഹം നടന്നില്ലായിരുന്നെങ്കിൽ അമൽ ഇപ്പോഴും വീട്ടുപണിയായിട്ട് നടന്നേനെ. എന്തായാലും അവൾ വന്നതുകൊണ്ട് അമൽ രക്ഷപ്പെട്ടു. എന്തായാലും അമ്മ ഒരു പൊട്ടിയായിപ്പോയി. അമ്മയെ പറഞ്ഞ് പറ്റിക്കായിരുന്നില്ലേ ആ പാവത്തിനെ? നിങ്ങൾക്ക് മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നോ? ഈ വേളയിലെങ്കിലും അച്ഛൻ്റെ മുമ്പിൽ വന്ന് ഇത് വിളിച്ച് പറയാൻ എനിക്ക് ദൈവമായിട്ട് അവസരം ഉണ്ടാക്കി തന്നതാ. പറയാൻ പറ്റി. സന്തോഷമായി, ഒത്തിരി സന്തോഷമായി. ഒരച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അച്ഛൻ ചെയ്തത് എന്നും പറഞ്ഞിട്ട് അജയ് അങ്ങ് പോവാട്ടോ. ഞെട്ടിത്തെറിച്ച് സൂര്യനാരായണൻ ഇങ്ങനെ നിൽക്കുക. എന്തായാലും അജയ് ദേഷ്യത്തോടെ ഹോളിലേക്ക് ചെല്ലുക. അപ്പോൾ അമൃതയും പ്രഭാവതിയും മുത്തശ്ശിയൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ദേഷ്യത്തോട് കൂടിയിട്ട് എന്തിനാ നാണോ മാനോ ഇല്ലാതെ ഇവിടെ കെട്ടിക്കിടക്കുന്നത്? അച്ഛനും മോനും അവൻ്റെ ഭാര്യയും മതിയെന്ന്, ബാക്കിയുള്ളവരും ഇറങ്ങി പൊക്കോളാൻ. അപ്പോഴേക്കും നിരഞ്ജന വന്നിട്ട് അജയ് ഒരു കുറേ സ്വത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ ബന്ധങ്ങളൊക്കെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, എന്ത് ബന്ധം? എനിക്കൊരു ബന്ധവുമില്ല. എനിക്കില്ലാത്ത ബന്ധം നിനക്കുമില്ല. എൻ്റെ അമ്മ വഴി അല്ലാതെയില്ല ഒരു ബന്ധവും ഞാൻ അംഗീകരിച്ച് കൊടുക്കുകയില്ല. ഈ ചതിക്ക് ഞാൻ ഇനിയും കൂട്ടു നിൽക്കണോ? ഞാൻ ഇനി കൂട്ടു നിൽക്കില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ കണ്ടു നിന്നതെല്ലാം നുണകളായിരുന്നത് എനിക്ക് മനസ്സിലായി. എൻ്റെ പെറ്റമ്മയായ നിങ്ങളാ പോലും ഒന്നും പറഞ്ഞില്ല. നൊന്തു പെറ്റ വയറിനെ മറന്നിട്ട് മറ്റെവിടെന്നോ വന്ന കുഞ്ഞിൻ്റെ മാതൃത്വം ഏറ്റെടുത്ത് നിങ്ങൾ സ്വന്തം മക്കളെ ചതിക്കാൻ നോക്കിയില്ലേ? കൂട്ടു നിന്നില്ലേ? അതിനുള്ള പ്രതിഫലം നിങ്ങൾക്കിപ്പോൾ കിട്ടിയില്ലേ എന്നൊക്കെ പ്രഭാവതിയോട് ഇങ്ങനെ ചോദിക്കുക. ഇത് കേട്ടുകൊണ്ട് അമലും അപർണയൊക്കെ വന്നു കേട്ടോ. ഇവിടെ ഓരോന്ന് കെട്ടിപ്പടുത്തിരിക്കുന്നത് കല്ല് വെച്ച കുറേ നുണകൾക്ക് മുകളിലാണ്. ഈ വീട് ചതിപ്പുരയാ, ഇത് വീടല്ല എന്നൊക്കെ അജയ് പറയുക കേട്ടോ. അജയുടെ ഭാവം കണ്ട് ഞെട്ടിപ്പോ എല്ലാവരും. എനിക്ക് മുകളിൽ ഇനി ഒരു ഏട്ടനില്ല, ഞാൻ തന്നെ എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് ഏട്ടൻ. അല്ലെന്ന് പറയുന്നവർക്ക് ഞാൻ ആരും അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജയ്. അമലിനും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട്. അപർണയ്ക്കാണ് ചിരിയും സന്തോഷമൊക്കെ. കണ്ടില്ലേ ആ ഫോട്ടോ? ചതിയുടെ രാമായണം ചില്ലിട്ട് വെച്ചിരിക്കുക എന്നും പറഞ്ഞ് കുടുംബ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കി കാണിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നിരഞ്ജന അജയ് എന്താ ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഫോട്ടോ നമ്മളെ നോക്കി പരിഹസിക്കുകയാണെന്ന് ആർക്കും തോന്നുന്നില്ലേ? ഇന്നലെ വരെ ആ ഫോട്ടോ കണ്ട് മനസ്സ് സന്തോഷിച്ചിരുന്നു. പക്ഷേ ഇന്നെനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഈ ഫോട്ടോ ഇനി ഇവിടെ എന്തിനാ എന്ന് ചോദിച്ചുകൊണ്ട് അജയ് ആ ഫോട്ടോ എടുത്ത് എറിയാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും അമലും ചെന്നിട്ട് തടയുക കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും തടയുക. പക്ഷേ ഒന്നും ഞാൻ ശ്രമിച്ച ഒന്നും കാര്യമായില്ല. അജയ് ആ ഫോട്ടോ അവിടെ ഇട്ട് പൊട്ടിച്ചുട്ടോ. ചില്ല് മൊത്തം അവിടെ പൊട്ടി തകർന്നു. എൻ്റെ പൊന്നെ, അപർണയ്ക്കുണ്ടായൊരു സന്തോഷത്തിന് അതിരുകളില്ല എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ആ ചില്ല് പൊട്ടിക്കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ അഭിയും ജാനകിയും കൂടെ ഇറങ്ങി വരുന്നത്. അപ്പോൾ അഭിയും ജാനകിയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അജയ് പറഞ്ഞു, പണ്ട് ഇതുപോലെ ചില്ല് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഫ്രെയിം അല്ലേ പൊട്ടിയുള്ളൂ, ഭാമിലിക്കൊന്നും പറ്റിയില്ലല്ലോ എന്നാണ് ചിലരൊക്കെ പറഞ്ഞത്. അതുപോലെ ഇനി പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇനി പറയാൻ പറ്റുമോ എന്ന് ജാനകിയോടും അഭിയോടുമായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. ദേഷ്യത്തോടു കൂടി ആ കുടുംബത്തിലെ എല്ലാവരും ജാനകി അഭി ഇങ്ങനെ നോക്കുക. നാണമില്ലാതെ എന്തിനാണോ ഇവിടെ കെട്ടിക്കിടക്കുന്നത്? ഇറങ്ങി പൊക്കൂടെ എന്തോ. എന്തായാലും പൊന്നു അപ്പോഴേക്കും ഓടി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. പൊന്നു ഇത് പൊട്ടിക്കിടക്കുന്നത് കണ്ടിട്ട് അയ്യോ എന്നും പറഞ്ഞിട്ട് ആ കൊച്ചിങ്ങനെ നോക്കി നിൽക്കുക.
അച്ഛ ഫോട്ടോ താഴെ വീണ് പൊട്ടിപ്പോയി എന്ന് കൊച്ചിങ്ങനെ പറയുക. കൊച്ചിന് മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ അജയ് ചെറിയച്ഛാ ദേ ഫോട്ടോ താഴെ വീണ് പൊട്ടിപ്പോയി, നമ്മുടെ ഫോട്ടോ പൊട്ടിയില്ലേ, അപ്പോൾ പൊട്ടിച്ച് കളയേണ്ടതേ വെച്ചോണ്ടിരിക്കരുത്, പൊട്ടിച്ച് തന്നെ കളയണം എന്നും പറഞ്ഞിട്ട് ആ ഫോട്ടോയിൽ അച്ഛൻ്റെ പടമുണ്ടല്ലോ, ആ അച്ഛൻ്റെ പടത്തിലേക്ക് ആ നിലത്ത് കിടന്ന് പൊട്ടിച്ചിതറിയതിനകത്ത് അച്ഛൻ്റെ പടത്തിലേക്ക് അവനങ്ങോട്ട് ചവിട്ടുവാണ് കേട്ടോ. ചവിട്ടി അവൻ ഇരിക്കുകയാണ് ആ അച്ഛൻ്റെ മുഖത്ത് തന്നെ. കൊച്ചാണെങ്കിൽ ചെറിയച്ഛ ചവിട്ടല്ലേ എന്നും പറഞ്ഞ് കയ്യെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അജയ് അത് ഞെക്കി ചവിട്ടുന്നതും കണ്ടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. അപർണ നിന്ന് പുഞ്ചിരിക്കുകയും ചെയ്യും. എന്നിട്ട് അജയ് അങ്ങോട്ട് കയറിപ്പോയി. എന്തായാലും അഭിക്ക് ഇതൊന്നും താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. അഭി സങ്കടപ്പെട്ട അച്ഛൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ. മോനെ പോട്ടറ, സാരമില്ല, നീ എന്തിനെങ്ങനെ സങ്കടപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ച് അച്ഛൻ സമാധാനിപ്പിക്കുകയാണ്. നിനക്ക് ഓമനിക്കാനൊരു കുഞ്ഞില്ലേ, ഭാര്യയില്ലേ, പക്ഷേ അച്ഛനിപ്പോൾ ആരും ഇല്ലാതായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് ഏത് നിമിഷത്തിലാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. ഇന്നലെ വരെ ഞാൻ എല്ലാവരുടെയും വല്യേട്ടനായിരുന്നു. പക്ഷേ സ്വത്തിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടനുള്ളതെല്ലാം അവർക്കുള്ളതെല്ലാം എനിക്കുള്ളതെല്ലാം അവർക്കാണെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഞാൻ അവർക്ക് ആരും ഇല്ലാതായിപ്പോയി, ഞാൻ പൂർണ്ണമായിട്ടും അന്യനായിപ്പോയി, വല്ലാതെ ഒറ്റപ്പെട്ടു പോയി ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിക്കരയാണ് കേട്ടോ. എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ ആരുമല്ല, എവിടെ നിന്ന് അച്ഛൻ എടുത്തുകൊണ്ട് വന്ന് കുടുംബത്തിൽ ആശ്രയം കൊടുത്തു വന്നു. എന്തായാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛാ, ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അച്ഛൻ ആ സ്വത്തൊന്നും എനിക്ക് എഴുതി വെക്കാതിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അവരുടെ സ്നേഹം സഹതാപമായിട്ടെങ്കിലും എനിക്ക് കിട്ടിയേനെ. അതല്ലേ അച്ഛൻ ഇല്ലാതാക്കിയത്. അപ്പം ഞാനൊന്ന് പറയട്ടെ മോനെ. ഇല്ല, അച്ഛൻ പറയുന്നത് കേൾക്കാനൊരു മനസ്സല്ല എനിക്ക്. എന്തായാലും എനിക്കൊരു ജീവിതം തന്നിട്ട് അച്ഛൻ തന്നെ അത് നിലത്തിട്ട് ഉടച്ചു കളഞ്ഞു. അപ്പം നീ സ്നേഹിക്കുന്നവരുടെ തനി സ്വഭാവമല്ലേടാ നീ കണ്ടത്. നിൻ്റെ ശരീരത്തിനല്ല, നിൻ്റെ മനസ്സിനല്ല, സ്വത്തിനാണ് അവർ വില കൽപ്പിച്ചത് എന്ന് മനസ്സിലായില്ലേ. എന്നെങ്കിലും ഈ സത്യം പുറത്തു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അച്ഛൻ്റെ കണ്ണടഞ്ഞാൽ ഇവരൊക്കെ ചേർന്ന് നിന്നെയും നിൻ്റെ കുഞ്ഞിനെയും ഭാര്യയും ചേർന്ന് പുറത്താക്കുന്ന എനിക്കറിയാമായിരുന്നു. നീ വെറും കൈയോടെ തെരുവിലേക്ക് പോകരുതെന്ന് ഈ അച്ഛൻ ആഗ്രഹിച്ചു. അത് ഈ അച്ഛൻ്റെ കടമയാ. അതിനുവേണ്ടി ഈ അച്ഛൻ കരുതി വെച്ചതാണ് ഈ കുറച്ച് മണ്ണ്. അപ്പോൾ എനിക്കത് വേണ്ട അച്ഛാ, എനിക്ക് വേണ്ട. അച്ഛൻ്റെ കരുതൽ അത് എന്നെയിപ്പോൾ ശ്വാസം മുട്ടിച്ച് കൊല്ലുക. എൻ്റെ സഹോദരങ്ങളെ എന്നെ ഇറക്കി വിട്ടാൽ ഞാൻ സന്തോഷത്തോടെ ഇറങ്ങിപ്പോകും. പക്ഷേ അന്ന് എനിക്ക് അച്ഛൻ തന്നെ ഈ വേദന ഉണ്ടാവില്ലായിരുന്നു. സന്തോഷത്തോടെ ഞാൻ ഇറങ്ങിപ്പോയേനെ എന്ന് അഭി ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് കേട്ടോ. അവിടെ മുറിയിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവുകയാണ് സൂര്യനാരായണൻ. ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക, ഇതിനൊരു പരിഹാരം എന്തെന്നറിയാതെ. എന്തായാലും നമ്മുടെ പ്രഭാവതിയെ അമൃത പോലും കുറ്റപ്പെടുത്തുകയാണ്. അച്ഛന് മറ്റൊരു സ്ത്രീയിലുണ്ടായ മകനെ വളർത്താൻ കാണിച്ച അമ്മയുടെ മനസ്സ് വലിയ മഹാമനസ്ക. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയും പരിഹസിക്കാൻ കേട്ടോ, പുഞ്ചിരിച്ചുകൊണ്ട് അപ്പം നീ ഒന്ന് പോകുന്നുണ്ടോ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ എന്ന് പ്രഭാവതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ചൂടുവെള്ളത്തിൽ ചാടിയിട്ടും ഇത് തന്നെയാണ് നിൻ്റെ അമ്മയുടെ പ്രകൃതം. അപ്പോൾ അമൃത ചോദിച്ചു, അല്ല അഭിയേട്ടൻ്റെ അമ്മയുടെ ആൾക്കാരെക്കുറിച്ച് എന്തെങ്കിലും വിവരം അമ്മയ്ക്ക് അറിയാവോ? അല്ല ബന്ധുക്കളോ ആരെങ്കിലും വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നേ. ഓ, അവിടെ ഒരു തൊഴിലാളിയുടെ മോള സുധാമണിയെന്നോ രാധാമണിയെന്നോ എന്തോ പറയുന്നത് കേട്ടു. സൂര്യയ്ക്ക് വേണ്ടി ഞാൻ പ്രഭാവതിയെ കണ്ടെത്തി വാക്കും പറഞ്ഞിരിക്കുമ്പോഴല്ലേ ഞാൻ വിവരം അറിയുന്നത് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന്. എന്തായാലും കാലം ഇത്രമായിട്ട് മുത്തശ്ശി എന്തിനായി സത്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചത്? സൂര്യയെ പേടിച്ച് തന്നെയാണ് മിണ്ടാതിരുന്നത്. അപർണയെ പോലൊരു പെണ്ണ് അജയുടെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ്. അജയുടെ ഭാര്യയായിട്ടല്ലെങ്കിലും അവൾ ഈ വീട്ടിലെ മരുമകളായിട്ട് വന്നു. ഒളിപ്പിച്ച് വെച്ചതൊക്കെ അവൾ പൊളിച്ചു തന്നു. നിരഞ്ജനെ പോലൊരു പെണ്ണാണെങ്കിൽ ആരും ഒരു വിവരം അറിയാൻ പോകുന്നില്ല. ഒരു വശത്ത് അഭി എല്ലാം വിഴുങ്ങിയനെ. ഈ കാര്യത്തിൽ അപർണയെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ എന്ന് അമൃതയും പറയുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. സി ഓക്കെ, താങ്ക് യു.